പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന്റെ ആനുവൽ റിട്ടേണായ GSTR4 എങ്ങനെ വളരെ ഈസിയായി 10 മിനിറ്റിൽ ഫയൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്കിത് എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഫയൽ ചെയ്ത് അവസാനിപ്പിക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിലുള്ള പ്രശ്നമാണ് കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് GSTR4 ഫയൽ ചെയ്യാനായിട്ട് നേരിടുന്നത്. അതിൽ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ടാലിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ ആ പർച്ചേസ് ഡീറ്റെയിൽസ് ഉണ്ട്. ആ പർച്ചേസ് ഡീറ്റെയിൽസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വിത്ത് GST ഡീറ്റെയിൽസ് കൂടിയിട്ടാണ്. അതായത് ഓരോ ഇൻവോയ്സിന്റെയും ടാക്സൽ വാല്യൂയും അതിന്റെ ടാക്സ് പെർസെൻറ്റേജും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള IGST അല്ലെങ്കിൽ CGST അല്ലെങ്കിൽ SGSTയും GST സെസ്സും ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും കൂടി ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. അത് ടാലിയിലാകാം, എക്സലിലാകാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. പർച്ചേസ് ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമുക്ക് പർച്ചേസിന്റെ തുകയെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നതല്ല. പിന്നെയോ നമുക്ക് ടോട്ടൽ പർച്ചേസ് എത്രയുണ്ടെന്നറിയാം, പക്ഷെ അതിന്റെ ടാക്സ് വൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പാർട്ടി വൈസ് ഡീറ്റെയിൽസോ നമ്മുടെ കയ്യിൽ കാര്യമായിട്ടില്ല. 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് നമുക്കറിയാം 85 ലക്ഷം രൂപയോളം പർച്ചേസ് ഉണ്ടായിരുന്നെന്ന്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അത് എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്. അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഈ രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ സാധാരണയായി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ടാലിയിലോ അല്ലെങ്കിൽ എക്സലിലോ അവൈലബിൾ ആണ്, ടാക്സ് ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് പർച്ചേസിന്റെ എമൗണ്ടിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്, പക്ഷെ നമുക്ക് പാർട്ടി വൈസ് ഇൻവോയ്സ് വൈസ് പർച്ചേസ് നമുക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ഈ രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് GSTR4 ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് പർച്ചേസ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉള്ള കേസിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നാണ്. GSTR4 നമ്മൾ വളരെ പെട്ടെന്ന് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ടൂൾ ആവശ്യമാണ്. അതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് സോർട്ട് ചെയ്ത് പെർസെൻറ്റേജ് വൈസ് പർച്ചേസ് എല്ലാം സോർട്ട് ചെയ്ത് പാർട്ടി വൈസ് സോർട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് GST പോർട്ടലിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് 10 മിനിറ്റ് അല്ല, ചിലപ്പോൾ ഒരു ദിവസം എടുക്കും ഒരു പാർട്ടിയുടെ GSTR4 ഫയൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഫയൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ ടൂളിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ടൂള് സ്പെക്ടർ GST എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ചാണ്. ആ ടൂളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡെമോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെമോ കാണിച്ചു തരുന്നതാണ്. മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്പെക്ടർ GST എന്നുള്ള പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക, അത് ലോഗിൻ ചെയ്യുക. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന പാർട്ടികളുടെ ലിസ്റ്റ് ഇവിടെ വരും. ഞാനിപ്പോൾ ഒരു കോമ്പോസിഷൻ പാർട്ടിയുടെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടി ടൈപ്പ് കോമ്പോസിഷൻ ആണെങ്കിലാണ് നമുക്കത് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ കോമ്പോസിഷൻ പാർട്ടിയെ സെലക്ട് ചെയ്യുന്നു. ഇയർ ലേറ്റസ്റ്റ് ഇയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഡാഷ്ബോർഡിൽ വന്നാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് GSTR4 ആനുവൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് വർഷത്തെ GSTR4 ആണെന്നുള്ള ഓപ്ഷൻ കിട്ടും. എനിക്ക് ഫയൽ ചെയ്യേണ്ടത് 2021 ആണ്. ഞാൻ 2021ലേക്ക് വന്നു. ഇവിടെ വന്നാൽ നമുക്ക് കാണാം GST പോർട്ടലിലുള്ള അതേ ടേബിൾസ് തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 4A B2B ടേബിൾ പർച്ചേസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. 4B എന്ന് പറയുന്നത് B2B റിവേഴ്സ് ചാർജിലുള്ള പർച്ചേസ് ആണ്. 4C എന്ന് പറയുന്ന അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആണ്. 4D എന്ന് പറയുന്ന ഇമ്പോർട്ട് ആണ്. ഇനി CMP 08 നമ്മൾ ഇതേവരെ ഫയൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് CMP 08 എന്നുള്ള കോളത്തിൽ വരുന്നത്. ഇനി ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് എന്നുള്ള കോളത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ റിവേഴ്സ് ചാർജിലുള്ള ഇൻവേർഡ് സപ്ലൈയും ടാക്സബിൾ ആയിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. വൺസ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് JSON എന്നുള്ള ക്ലിക്ക് ചെയ്യുക.
സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ടാലി ഡേറ്റ അല്ലെങ്കിൽ എക്സൽ പർച്ചേസ് ഡേറ്റ ഉണ്ട്. ആ പർച്ചേസ് ഡേറ്റ ഇങ്ങോട്ട് എനിക്ക് എല്ലാ ഷെഡ്യൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആ ഡേറ്റയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം സ്പെക്റ്റയുടെ ഒരു ടെംപ്ലേറ്റ്, പർച്ചേസ് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ ടെംപ്ലേറ്റ് ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ്. ഇത് ഞാൻ ടാലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്തിരിക്കുന്ന പർച്ചേസ് ഡീറ്റെയിൽസ് ആണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും എക്സലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, GST നമ്പർ വേണം, സപ്ലയറുടെ പാർട്ടിയുടെ പേര് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഇൻവോയ്സ് നമ്പർ വേണം, ഇൻവോയ്സ് ഡേറ്റ് വേണം, GST റേറ്റ് വേണം, ടാക്സ് ഓൾ വാല്യൂ വേണം. ഇത്രയും ഇൻഫർമേഷൻ, അതായത് 6 കോളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ മുഴുവൻ കംപ്ലീറ്റ് ആയി. ഇനി ക്രെഡിറ്റ് നോട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ഷീറ്റിൽ വന്നിട്ട് ലാസ്റ്റിൽ വന്നിട്ട് ക്രെഡിറ്റ് നോട്ടുകൾ എൻട്രി ചെയ്യുമ്പോൾ അതിവിടെ ഒരു സെപ്പറേറ്റ് ഷീറ്റിലാണ് വരുന്നത്. ഇത് നമ്മൾ ക്രെഡിറ്റ് നോട്ട് മൈനസ് ആയിട്ട് എൻട്രി ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് നോട്ടായിട്ട് ട്രീറ്റ് ചെയ്തോളും. ഇതാണ് എൻ്റെ കയ്യിലുള്ള ടാലി ഡേറ്റ അല്ലെങ്കിൽ എക്സൽ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റയെ ഞാൻ എന്താണ് ചെയ്യുന്നത്, സ്പെക്റ്റയുടെ ഫോമാറ്റിലേക്ക് മാറ്റും. ഇതാണ് സ്പെക്റ്റയുടെ ഫോമാറ്റ് എന്ന് പറയുന്നത്. B2B പർച്ചേസ് ഡീറ്റെയിൽസ്. അതിനകത്ത് വളരെ കുറച്ച് ഇൻഫർമേഷൻ മതി. GST, സപ്ലയറുടെ GST നമ്പർ, ട്രേഡ് നെയിം, ടാക്സ് ഓൾ വാല്യൂ, GST റേറ്റ്. പർച്ചേസ് ഇൻവോയ്സിന്റെ ഡേറ്റോ ഇൻവോയ്സ് നമ്പറോ അതിന്റെ ഇൻവോയ്സ് നമ്പറോ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ GST സെസ്. ഇത്രയും ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി നമുക്ക് B2B പർച്ചേസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അടുത്ത ഷീറ്റ് എന്ന് പറയുന്നത് B2B ആണ്, പക്ഷെ റിവേഴ്സ് ചാർജ് ആണ്, ലൈബിൾ ഫോർ റിവേഴ്സ് ചാർജ് ആണ്. അവിടെയും ഇതേ ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി. അടുത്ത ഷീറ്റ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആണ്. അടുത്ത ഷീറ്റ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് പർച്ചേസ് വിത്ത് റിവേഴ്സ് ചാർജ് ആണ്. വേറൊരു ഷീറ്റ് ഉള്ളത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ലാസ്റ്റ് ഷീറ്റ് ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ റെഡിയാണ്. ഇനി ഇത് ഫില്ല് ചെയ്തിരിക്കുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പർച്ചേസ് ഡീറ്റെയിൽസ്. ഇതാ ഫോമാറ്റ് ടെംപ്ലേറ്റ്, സ്പെക്റ്റയുടെ ടെംപ്ലേറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് GST നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തു. ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ, കോപ്പി പേസ്റ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ലൈനിൽ ആദ്യത്തെ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക GST നമ്പറിൽ. അതിനുശേഷം ഷിഫ്റ്റും കൺട്രോളും കൂടി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഡോക്യുമെന്റിൽ വരും. Ctrl+C കൊടുക്കുക. ഇവിടെ വന്നിട്ട് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ആകും. ഇങ്ങനെ GST നമ്പറും പാർട്ടിയുടെ നെയിമും ടാക്സ് ഓൾ വാല്യൂം GST പെർസെൻറ്റേജ്. സെസ് ഇല്ലാത്തതുകൊണ്ട് സെസ് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഷീറ്റിൽ വന്നാൽ RCM, B2B RCM. ഞാനിത് വെറുതെ സാമ്പിളായിട്ട് കുറച്ചിട്ടിരിക്കുന്നതാണ്. ആക്ച്വലി പാർട്ടിക്ക് ഇങ്ങനെ ഒരു B2B RCM ഇല്ല. ഞാനിത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ ഇൻവോയ്സ് ആണെന്നുള്ള ഒരു ധാരണയിൽ കുറച്ച് ഇൻവോയ്സുകളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ GST പെർസെൻറ്റേജ് 5% ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് റിവേഴ്സ് ചാർജ് ആണ്, ലൈബിൾ ഫോർ റിവേഴ്സ് ചാർജ് ആണ്. ഇത് നമുക്കറിയാം, കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് റിവേഴ്സ് ചാർജിന് ബാധ്യസ്ഥരാണ്. അതായത് റെഗുലർ ടാക്സ് പെയർ ഏതൊക്കെ കാര്യങ്ങൾക്ക് റിവേഴ്സ് ചാർജ് കൊടുക്കണോ അതെല്ലാം കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിനും ബാധകമാണ്. അതുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ ഇൻവോയ്സിൽ നമ്മൾ റിവേഴ്സ് ചാർജിൽ ടാക്സ് കൊടുക്കണമെങ്കിൽ കോമ്പോസിഷൻ ഡീലേഴ്സും ടാക്സ് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻട്രി ചെയ്യുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പർച്ചേസ്. അൺരജിസ്റ്റേർഡ് പർച്ചേസ് എന്ന് പറയുന്നത്, അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പാൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ടൈം ബീങ് പാൻ ഓപ്ഷണലാണ്. അതുകൊണ്ട് പാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ട്രേഡ് നെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടോട്ടൽ എമൗണ്ട് ഇവിടെ കൊടുക്കുക. സാധാരണ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഇല്ല, 1 കോടി രൂപയുടെ പർച്ചേസ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ 95 ലക്ഷത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ അൺരജിസ്റ്റേർഡ് പർച്ചേസ് എന്നുള്ള രീതിയിൽ ഇവിടെ എൻട്രി ചെയ്യുന്നു. അങ്ങനെയാണ് സാധാരണ പാർട്ടികൾ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇനി അൺരജിസ്റ്റേർഡ് പർച്ചേസിന്റെ റിവേഴ്സ് ചാർജിലുള്ള അൺരജിസ്റ്റേർഡ് പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ലെവലിൽ ഇത് വരാറില്ല.
ഞാനിവിടെ ഒരു 5 ലക്ഷം രൂപ റിവേഴ്സ് ചാർജിൽ 12% അൺരജിസ്റ്റേർഡ് പാർട്ടികളുടെ റിവേഴ്സ് ചാർജ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഞാൻ ഇതും ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 7,50,000 രൂപ ഇമ്പോർട്ട് ഓഫ് സർവീസ്, അതിന്റെ GST റേറ്റ് 18%. ഇനി ഔട്ട്വേർഡ് സപ്ലൈസ്. ഇവിടെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ ഓരോ ക്വാർട്ടറിലും നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്. 4 ക്വാർട്ടറിൽ നമ്മൾ CMP-08 റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതിനെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക. അതായത് 0%ലുള്ള ഔട്ട്വേർഡ് സപ്ലൈസ് എത്രയാണ്, 1%ലുള്ള എത്രയാണ്, 2%ലുള്ള എത്രയാണ്, 5% എത്രയാണ് ഉണ്ടെങ്കിൽ കാണിക്കുക. ഏതെങ്കിലും റേറ്റിൽ പല റേറ്റിൽ സെയിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ 1% കാണിക്കുക. ഇത് നമ്മൾ ഇപ്പോൾ 1 കോടി രൂപ നമ്മൾ ഓൾറെഡി CMP-08 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 കോടി രൂപ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക. ഇനി ഇതിനകത്ത് ആക്ച്വൽ ടേൺ ഓവർ 1 കോടി 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കോടി 1 ലക്ഷം രൂപ ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് ആക്ച്വൽ ടേൺ ഓവർ ആണ്. CMP-08 ടേൺ ഓവർ അല്ല കാണിക്കേണ്ടത്. ആക്ച്വൽ ടേൺ ഓവർ എത്രയാണെന്ന് വെച്ചാൽ അത്ര എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇതോടുകൂടി നമ്മുടെ ടെംപ്ലേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. ഇവിടെ ഫയൽ നെയിം ഉണ്ട്, GSTR4 ഓഫ്ലൈൻ ടൂൾ ടെംപ്ലേറ്റ് പ്രൊജക്ട് ഓട്ടോമൊബൈൽസ്. ഞാനിവിടെ ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ സ്പെക്ട എന്ന് പറയുന്ന സൈറ്റിൽ വരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം ഇമ്പോർട്ട് സ്പെക്ട ടെംപ്ലേറ്റ് എന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ കൊടുത്ത ടെംപ്ലേറ്റിൽ ഡാറ്റ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ടായി. ഇങ്ങോട്ട് ഇമ്പോർട്ട് ആയിരിക്കുന്ന ഡാറ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ അങ്ങനെ തന്നെയാണ് ഇമ്പോർട്ട് ആയിരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, സമ്മറൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഡാറ്റ അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ ഞാനൊരു ക്രെഡിറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രെഡിറ്റ് നോട്ടിന് മൈനസ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഡാറ്റ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇത് B2B ആണ്. B2B റിവേഴ്സ് ചാർജുള്ള ഞാൻ പറഞ്ഞായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5%ൽ കുറെ പർച്ചേസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റിവേഴ്സ് ചാർജിലുള്ളതാണ്. പിന്നെ അൺരജിസ്റ്റേർഡ് പർച്ചേസ്. അൺരജിസ്റ്റേർഡ് പർച്ചേസിനകത്ത് വിത്ത് റിവേഴ്സ് ചാർജ് ഉണ്ട്, വിത്തൗട്ട് റിവേഴ്സ് ചാർജ് ഉണ്ട്. ഇത് വിത്തൗട്ട് റിവേഴ്സ് ചാർജിലാണെങ്കിൽ റിവേഴ്സ് ചാർജ് നോ എന്നായിരിക്കും. അതിന്റെ ടാക്സബിൾ വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ടാക്സ് കോളം എംപ്റ്റി ആയിരിക്കും. ഇനി റിവേഴ്സ് ചാർജ് യെസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സപ്ലൈ ടൈപ്പ് കൂടി ഉണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ എന്നുള്ളത്. അതിന്റെ ടാക്സബിൾ വാല്യൂ, അതിന്റെ ടാക്സ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വന്നോളും. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ് 7 ലക്ഷം രൂപയാണ്. 18% ആണ് ഞാൻ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തത്, ഇമ്പോർട്ട് IGST കൊടുത്തത്. ഇനി CMP-08. CMP-08 നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത എത്ര എമൗണ്ട് ആണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ കേസിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ എമൗണ്ട് ഒന്നുമില്ല. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് CMP-08 പോർട്ടൽ ഡാറ്റ. അപ്പോൾ പോർട്ടലിൽ എത്രയാണ് ഡാറ്റ ഉള്ളതെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വെറുതെ ക്യാപ്ച മാത്രം കൊടുത്താൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 3,42,926 രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് 1,744.63 CGSTയും 1,744.63 SGSTയും നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ അവിടെ നോക്കിയാൽ കാണാം. ഇൻവേർഡ് സപ്ലൈസ് സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ്. ഇൻവേർഡ് സപ്ലൈസ് അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ടാക്സ് ഒന്നും പേയബിൾ അല്ല. പിന്നെ നമ്മൾ 5% റിവേഴ്സ് ചാർജിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഒരു ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് 5% ഇട്ടുണ്ടായിരുന്നു. അത് 3,27,644 രൂപയുണ്ട്. അതിൽ ഈ പറയുന്ന എമൗണ്ട് നമ്മൾ റിവേഴ്സ് ചാർജിൽ പേ ചെയ്യണം. ഇനി 5 ലാഖിന്റെ 12%ലുള്ള റിവേഴ്സ് ചാർജ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 30,000 പേ ചെയ്യണം. ഇത് കംപ്ലീറ്റ് നമുക്ക് ഔട്ട്വേർഡ് സപ്ലൈ ആണ്. ഔട്ട്വേർഡ് സപ്ലൈയിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ വരുന്നത്. ഔട്ട്വേർഡ് സപ്ലൈയിൽ ഞാൻ ആ ഒന്നുകൂടി എടുത്ത് കാണിക്കാം. ഔട്ട്വേർഡ് സപ്ലൈയിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയും 3,27,000 രൂപയും ഒന്നുകിൽ
RCM ആണ്, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആണ്. ഇത് മുഴുവൻ ഈ ഗ്രീൻ കളറിൽ കാണുന്ന മുഴുവൻ ഇൻവേർട്ട് സപ്ലൈസ് ആണ്. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്താണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇത്രയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ടെംപ്ലേറ്റിൽ ചേഞ്ച് ചെയ്യണമെന്നില്ല. അതുപോലെ ഇവിടെ ഒരു ഇൻവോയ്സിന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഒരു ഇൻവോയ്സ് അങ്ങ് ആഡ് ചെയ്യാം. ഒരു empty കോളം ഉണ്ട്, ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏത് ടാബിൽ വന്നാലും നമുക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, മാനുവലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വൺസ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ജേസൺ ആണ്. അപ്ലോഡ് ജേസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നേരെ പാർട്ടിയുടെ GST പോർട്ടലിലേക്ക് അപ്ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ജേസൺ ആയിട്ട്, ഈ ടൂൾ ജേസൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യും. ഡു യു വാണ്ട് ടു സേവ് ജേസൺ ഓൺ GST പോർട്ടൽ? യെസ്, യുവർ GSTR4 ഈസ് സക്സസ്ഫുള്ളി സേവ്ഡ് ടു GSTIN. ഓക്കെ, ഓൾറെഡി സൈറ്റിലേക്ക് പോയി കഴിഞ്ഞു. ഇനി സൈറ്റിൽ അത് എറർ ആയിട്ടാണോ വന്നത്, അത് പ്രോസസ് ആയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജേസൺ അപ്ലോഡ് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്താൽ അറിയാം. ഇന്നത്തെ ഡേറ്റിൽ 4/5/2021 പ്രോസസ്ഡ് ആണ്, എറർ മെസ്സേജ് ഒന്നും ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ GST സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെയാണ് അവിടെ ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ക്വിറ്റ് ചെയ്യുക. ക്വിറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ GST ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, GST ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ത്രൂ ഗൂഗിൾ ക്രോം സബ്മിറ്റ് ചെയ്യുക. ക്യാപ്ച മാത്രം കൊടുക്കുക. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 4A എടുത്തു കഴിഞ്ഞാൽ 4A കറക്റ്റായിട്ട് സമ്മറൈസ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. അടുത്ത ടേബിൾ എടുത്ത് നോക്കിയാൽ ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം റിവേഴ്സ് ചാർജിലുള്ള കറക്റ്റായിട്ട് ഇവിടെ കയറി വന്നിട്ട് എല്ലാം റിവേഴ്സ് ചാർജ് ആണ്. അത് സോർട്ട് ചെയ്തപ്പോഴാണ് 3 ലൈനായിട്ട് വന്നത്. നമ്മുടെ അതിൽ കൂടുതൽ ലൈൻസ് ഉണ്ടായിരുന്നു. അടുത്തത് ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ്. ഇവിടെ ഉണ്ട് റിവേഴ്സ് ചാർജ് നോ ആയിട്ട് 1 ലക്ഷം ഉണ്ട്, റിവേഴ്സ് ചാർജ് യെസ് ആയിട്ട് 5 ലക്ഷം ഉണ്ട്. യെസ് ആയിട്ടുള്ളതിന് റിവേഴ്സ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇമ്പോർട്ടർ സർവീസ് ആണ്. ഇമ്പോർട്ടർ സർവീസിൽ 1,35,000 രൂപ. ഇത് നമുക്ക് പേ ചെയ്യേണ്ടതല്ല, നമ്മൾ ഓൾറെഡി പേ ചെയ്തതാണ്. CMB 0 ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് CMBയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഫയൽ ചെയ്തിരിക്കുന്ന എമൗണ്ടാണ് വന്നിരിക്കുന്നത്. ടാക്സ് വൈസ് ഇൻവേർട്ട് സപ്ലൈസും ഔട്ട്വേർഡ് സപ്ലൈസും ഇവിടെ നോക്കിയാൽ കാണാം. പ്രൊസീഡ് ടു ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇനി പ്രൊസീഡ് ടു ഫയലിൽ പോവുക, ടാക്സ് അടയ്ക്കാനുള്ള ടാക്സ് റെമിറ്റ് ചെയ്യുക, ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കയ്യിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഉണ്ട് എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, GSTR4 ഫയൽ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നത്, നമ്മുടെ കയ്യിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഇല്ല. പർച്ചേസ് ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പർച്ചേസ് എത്രയാണെന്ന് അറിയാം. അങ്ങനെ വരുമ്പോൾ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം GSTR4A ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഓപ്ഷൻ. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2021 ഞാനിത് ആദ്യം ഒന്ന് ഡിലീറ്റ് ഓൾ ഫോർ GSTR4 ഡേറ്റ ഡിലീറ്റ് ചെയ്യണം. ഞാൻ ആ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് ഞാൻ GSTR4A ഡൗൺലോഡ് ചെയ്യുന്നു. GSTR4A ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നാൽ ഇമ്പോർട്ട് ഫ്രം GST പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് GSTR4A ഡൗൺലോഡ് ചെയ്യാനായിട്ട് 2Aയിൽ ക്ലിക്ക് ചെയ്യുക. കാരണം കോമ്പോസിഷൻ ആണെങ്കിൽ GSTR4A ആണ്, അതിനിവിടെ എഴുതിയിരിക്കുന്നത് GSTR2A എന്നാണ്. ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ടു ഡൗൺലോഡ് GSTR4A ഓർ 6A പർച്ചേസ് ഇൻവോയ്സസ് ക്ലിക്ക് ഓൺ ഡൗൺലോഡ് GSTR2A. ഇവിടെ GSTR2Aയിൽ ക്ലിക്ക് ചെയ്യുക.
എല്ലാ മന്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ്, ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യുന്നു. വെറുതെ ക്യാപ്ച കൊടുത്താൽ മതി. മൂന്ന് 5-നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അത് 4-5 എന്നുള്ള രീതിയിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് വരും. ഇവിടെ തിരിച്ചു വന്നിട്ട് GSTR 4 വരിക, 2021 വരിക. ഇവിടെ വന്നതിന് ശേഷം ഗെറ്റ് GSTR 4A ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗെറ്റ് GSTR 4A ഡേറ്റ എന്ന് കിട്ടി. ഇവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എമൗണ്ടുകൾ ഇവിടെ ഇൻവോയ്സുകൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻഡിവിജ്വൽ ഇൻവോയ്സുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് പർച്ചേസിൽ വരിക. ഇവിടെ വന്നിട്ട് റിവേഴ്സ് ചാർജ് നോ കൊടുത്തതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഇൻവോയ്സ് ഇല്ല. നമുക്കറിയാം 1 കോടി രൂപയുടെയാണ് പർച്ചേസ് ഉള്ളത്. 90 ലക്ഷത്തിന്റെ GSTR 4 വന്നിട്ടുള്ളൂ. അപ്രോക്സിമേറ്റ്ലി 90 lakhs വന്നിട്ടുള്ളൂ. നമുക്ക് 10 lakhs ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൺരജിസ്റ്റേർഡ് യൂസ് ചെയ്യാം. കാരണം ITC എടുക്കുന്നില്ലാത്തത് കൊണ്ട് അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താലും രജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താലും നോ ഡിഫറൻസ്, ഒരു വ്യത്യാസവും നമ്മുടെ ടേൺ ഓവറിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് പർച്ചേസും സെയിൽസും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഫില്ലർ ആയിട്ട് നമുക്ക് അൺരജിസ്റ്റേർഡ് പർച്ചേസിനകത്ത് കാണിക്കാം. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഒഫീഷ്യൽ മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല. പക്ഷെ പലരും ചെയ്യുന്നതും ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇവിടെ വരിക, സെയിം സിറ്റുവേഷൻ, എക്സ്പോർട്ട് JSON എന്ന് കൊടുക്കുക, അപ്ലോഡ് JSON കൊടുക്കുക, എന്നിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക, സൈറ്റിൽ വെരിഫൈ ചെയ്യുക, ഫയൽ ചെയ്യുക. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂളിന്റെ പേര് സ്പെക്ട GST എന്നുള്ള ടൂളാണ്. ഡെമോ ആവശ്യമുള്ളവർ റിക്വസ്റ്റ് ചെയ്താൽ കാണിക്കുന്നതാണ്. ഇത് GSTR 4 മാത്രമല്ല, ഇതിനകത്ത് വളരെ ഉണ്ട്. നമുക്ക് റിപ്പോർട്ട്സ് എല്ലാം GST പോർട്ടലിൽ നിന്ന് നമുക്ക് ക്വിക്കായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. റിപ്പോർട്ട്സ് ഫോൾഡറിൽ വന്നാൽ ഇഷ്ടംപോലെ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. നമുക്ക് നോട്ടീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ നോട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ വർഷം എത്ര ചെല്ലാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓൾറെഡി കൊടുത്തിരിക്കുന്ന എമൗണ്ടുകൾ ഇത്രയാണ് ഈ വർഷം കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വളരെയധികം റിപ്പോർട്ട്സ് ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, കുറേയേറെ റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ റിക്കൺസിലിയേഷൻ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് GSTR 1 റിക്കൺസിൽ ചെയ്യാം, GSTR 2A റിക്കൺസിൽ ചെയ്യാം, GSTR 2B റിക്കൺസിൽ ചെയ്യാം, GSTR 9-ഉം GSTR 9-ഉം ആനുവൽ റിട്ടേൺ ടേബിൾ 8A ആയിട്ട് റിക്കൺസിൽ ചെയ്യാം, GSTR 2Bയും GSTR 2A ആയിട്ട് റിക്കൺസിൽ ചെയ്യാം, GSTR 9-ഉം GSTR 9-ലെ ടേബിൾ 8A-യും GSTR 2A ആയിട്ട് റിക്കൺസിൽ ചെയ്യാം. നമുക്ക് എന്തൊക്കെ റിക്കൺസിലേഷൻ ആണ് ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് റിക്കൺസിൽ ചെയ്യാം. സിമ്പിൾ റിക്കൺസിലേഷൻ ആണ്. അതിന്റെ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കാണാം, ഓരോ ടാബിലും നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് ഈസി ആയിട്ട് പ്രിന്റ് എടുക്കാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാം. വളരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, വളരെ സിമ്പിൾ. ഏത് സാധാരണ എക്സൽ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത് റിക്കൺസിൽ ചെയ്യാനായിട്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റു ടൂളുകളിൽ എക്സലിനകത്ത് കുറച്ചൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡെമോ ആവശ്യമുള്ളവർ വിളിക്കുക, ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, വിളിക്കുക. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് GSTR 4 ഫയൽ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്നിട്ട് മറ്റു റെഗുലർ പാർട്ടീസിന്റെ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.